Hey friends, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പിക്സൽ ലാബിൻ്റെ ഒരു കിടിലൻ ബേസിക് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് നമുക്ക് വരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ പിക്സൽ ലാബിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറ്റുവാണെങ്കിൽ ഒരു പാർട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഇത് കണ്ടോ, ഈ സൈഡിലുള്ള ഈ ഒരു സാധനങ്ങളാണ് നമുക്ക് ഓരോ എന്താ പറയുക, ഓരോ സംഭവങ്ങൾ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്ട് അതങ്ങനെ ഒരു സാധനം. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ അടിക്കുക. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് സർഫേസ് വരും. അപ്പോൾ ഇതാണ് നോർമലി യൂട്യൂബേഴ്സൊക്കെ യൂസ്ഫുൾ ആയത്. പിന്നെ ഈ ഒരു ഡിഫോൾട്ട് കിടക്കുന്നതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പിക്സൽ ലാബിലുള്ള ഓരോരോ ടൂൾസ് ആയിട്ട് പരിചയപ്പെടാം, അല്ലെങ്കിൽ ഈ ഒരു മുകളിലുള്ള ഈ ഒരു സംഭവമായിട്ട് പരിചയപ്പെടാം. അപ്പം എന്താണ്ട് ഇതാണ് നമ്മുടെ അൺഡു ഓപ്ഷൻ. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ മറ്റോ കാര്യങ്ങൾ എടുത്താൽ ഈ ഓപ്ഷൻ ഇനേബിൾ ആവുന്നതായിരിക്കും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഡു ആവും, കാരണം ആ ഒരു സാധനം ഇല്ലാതാവും. മനസ്സിലായല്ലോ? അപ്പം അത് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷനാണ് ഇത്. പിന്നെ സൂം ചെയ്യാനുള്ള ഇത് വലിയ യൂട്യൂബേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്ത സാധനമാണ്. ഇത് വലിയ ആവശ്യമില്ല, എനിക്കും വലിയ പിടുത്തൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു സാധനമാണ് റെഫറൻസ്, ഗ്രിഡ് റെഫറൻസ്. അപ്പം ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഗ്രിഡ് റെഫറൻസ് ആണ് കേട്ടോ പറയുന്നത്. ഇത് ചില യൂട്യൂബേഴ്സിനൊക്കെ ആവശ്യമുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു സാധനം കറക്റ്റ് അലൈൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ന്യൂ ടെക്സ്റ്റിൻ്റെ പുറകിലുള്ളൊരു സ്ക്വയർ ഉണ്ടല്ലോ, ആ ഒരു റെക്ടാങ്കിൾ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ആവശ്യമുള്ള സാധനം. അപ്പം ഇത് നമുക്കങ്ങനെ കറക്റ്റ് അലൈൻ ചെയ്യാനായിട്ടാണ് ആ ഒരു ഗ്രിഡ് സാധനം യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് സെറ്റ് ആവാൻ വേണ്ടി. ഇപ്പോൾ അത് കറക്റ്റ് സെൻറ്റർ പോലെ അങ്ങനെ ആയി. അപ്പം അതിനാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഓവർലേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലേയേഴ്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സൈഡിൽ കാണാനാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഫ്രം ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കുകയാണ്. ഫ്രം ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് എടുത്ത് കാണിച്ചു തരാം. ഇത് പിന്നെ വേറൊരു ടെക്സ്റ്റും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. പിന്നെ ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. അപ്പം ഈ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ടല്ലോ, ഈ ഒരു പ്ലസ് സിമ്പിൾ, ആ ഒരു പ്ലസ് സിമ്പിൾ എന്തിനാന്ന് പറഞ്ഞാൽ ഓരോരോ സാധനങ്ങളുണ്ട്. ടെക്സ്റ്റും കറണ്ട് ഡേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡേറ്റ് വരും കേട്ടോ. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഡ്രോ ചെയ്യാനും നമുക്ക് വരയ്ക്കാനും. പിന്നെ ഏതാണ്ട് പ്ലസ് നിൽക്കുമ്പോൾ ഫ്രം ഗാലറി എന്ന് വെച്ചാൽ ഗാലറിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ നിന്ന് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഷേപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഷേപ്സ് ഉണ്ട്. ഈ ഒരു സാധനം കണ്ടോ, അതിൻ്റെ ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഷേപ്സ് താഴോട്ട് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ ഇതാണ്ട് ഫിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് കുറേ കളർ ചെയ്യാം. പിന്നെ കുറേ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടാക്കുമല്ലോ. ആ ഒരു സാധനം ഞാൻ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പഠിച്ചത് കേട്ടോ. അപ്പം ഇതിനെപ്പറ്റി വലിയതായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഈ ഒരു ബ്ലർ റേഡിയസ് ഒക്കെ ഇട്ടാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് അത് സെറ്റാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഇതുണ്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു തീ പാറുന്ന ഈ ഒരു ഗാലറി അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരണം. അതിൻ്റെ ഫ്രണ്ടിൽ ഇതാണ്ട് ഈ ഒരു സാധനമുണ്ട്, ഈ ഒരു സാധനമുണ്ട്, ഈ ഒരു ഷേപ്പും ഉണ്ട്. പിന്നെ ഒരു ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സാധനം എല്ലാം അതിൻ്റെ മുകളിലാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാമെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിന് സിമ്പിളായിട്ട് നിങ്ങൾ ഇതാണ്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് നേരെ ഇതാ ഈ ഒരു സാധനം കണ്ട് ഇത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടു ഫ്രണ്ട് എന്ന് കൊടുത്താൽ അത് ഫ്രണ്ടാവും. ഇപ്പോൾ കണ്ടോ, എല്ലാത്തിനെയും ഫ്രണ്ടിലായി അത്. ഇനിയിപ്പോൾ ടു ബാക്ക് തിരിച്ചതിനെ കൊണ്ടുവരണമെങ്കിൽ ടു ബാക്ക് അടിച്ചാൽ മതി. അപ്പം അതാണ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഇതിലുള്ള. പിന്നെ ഇതാണ്ട് ഈ ഒരു ടിക്കും എക്സും കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ എല്ലാം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അതിപ്പോൾ എല്ലാം നമുക്ക് ഡിലീറ്റ് ആക്കണം. ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്റ്റും ഈ ഒരു ഡേറ്റും ഈ ഒരു സാധനവും ഡിലീറ്റ് ആക്കുകയാണ്. അപ്പോൾ അത് ഡിലീറ്റ് ആക്കാവുന്നതാണ്. അപ്പം ഡിലീറ്റ് ബട്ടൺ ഞെക്കിയാൽ ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെർജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓരോന്നും ഓരോ ഇമേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഒറ്റ ഇമേജ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം ഞെക്കിയിട്ട് ഈ ഒരു എക്സ് ഞെക്കിയിട്ട് ഇതാണ്ട് എല്ലാം കൂടി അങ്ങ് മെർജ് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു തേർഡ് വണ്ണിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓക്കെ അടിക്കുക. അപ്പോൾ ഒരു ലാഗിന് ശേഷം എല്ലാം ഒന്നാവുന്നതായിരിക്കും. ഇപ്പോൾ ഇതാണ്ട് ഈ ഒരു സാധനം ഒന്നായിട്ടോ. അപ്പം ഇതാണ്ട് ഈ ഒരു ഷേപ്പ് മാത്രമാണ് ഞാൻ പുറകോട്ടാക്കിയത്. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു സെലക്ട് ചെയ്ത ഇമേജ് എങ്ങനെയാണ് ഡിലീറ്റ് ആക്കുക. അതിന് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സെലക്ട് ചെയ്ത സാധനം ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സൈഡിലുള്ള ഡിലീറ്റ് ബട്ടൺ കൊടുത്ത് ഓക്കെ നിൽക്കുക. അപ്പം ആ ഒരു സാധനം ഡിലീറ്റ് ആവുന്നതാണ്.
ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ടെക്സ്റ്റ് കൊണ്ടുവന്ന് ആ ടെക്സ്റ്റ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതാ ഈ ഒരു ഡിഫോൾട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു ഡിഫോൾട്ടിന് നമുക്ക് ഈ ഒരു ന്യൂ ടെക്സ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കാം. എന്നിട്ട് ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്കത് ടൈപ്പ് ചെയ്യാൻ, കീബോർഡ് വരുമ്പോൾ ടൈപ്പ് ചെയ്യാൻ. ഞാനിപ്പോൾ റിയോ CR നമ്മളെ ചാനലിൻ്റെ നെയിം ജസ്റ്റ് ഇതിലോട്ട് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം റിയോ CR അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇനി നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എ ഞെക്കുക. ഇവിടെ ഒരു എ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ടല്ലോ, ആ ഒരു സിമ്പിൾ ഞെക്കുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുക. എഡിറ്റും സ്റ്റൈൽസും നമ്മൾ നോക്കുന്നില്ല. സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റൈൽസ് ഉണ്ട്. ഡിലീറ്റ്, കോപ്പി ഡിലീറ്റ് ചെയ്യാം, എല്ലാവർക്കും അറിയാം. ടു ഫ്രണ്ടും ബാക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പുറകോട്ടാക്കാനും ഫ്രണ്ടിലോട്ടാക്കാനും. പിന്നെ കോപ്പി 2 ഇമേജ് ആയിട്ട് എടുക്കാൻ. പിന്നെ പൊസിഷൻ, ഈ ഒരു പൊസിഷൻ സെൻറ്റർ ആക്കാനും സൈഡിലോട്ടാക്കാനും. കണ്ടോ, ഈ ഒരു മൂവ് ബൈ 20 പിക്സൽ PX എന്ന് പറയുന്ന പിക്സലാണ് കേട്ടോ. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എത്ര ദൂരത്തോട്ട് നീക്കണം, അതിപ്പോൾ ഇത്ര നീക്കുന്നതിൻ്റെ ആ ഒരു വാല്യൂ ആണ് ഈ ഒരു PX അല്ലെങ്കിൽ 6px അങ്ങനെ പറയുന്നത്. നമുക്ക് നീക്കിയത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് സൈഡിലോട്ട്, ഇത് താഴോട്ട്, ഇത് മുകളിലോട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ട് കാണും. ഇനി ഞാൻ ഈ റിലേറ്റീവ് പൊസിഷൻ അത് നമുക്കിപ്പോൾ സെൻറ്റർ ആക്കാം, സൈഡിലാക്കാം, അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സൈസ് എല്ലാവർക്കും അറിയാം. സൈസ് വലുതാക്കിനും ചെറുതാക്കിനും. പാഡിങ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഞാൻ കാണിച്ചിരുന്നു, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈഡിൽ സ്പേസ് വരാനായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്താണ് പാഡിങ്, ലെഫ്റ്റ് പാഡിങ് ഓൺ ആക്കുമ്പോൾ നമുക്കിത് ഈ ഒരു ടെക്സ്റ്റ് മൂവ് ആവുന്നതാണ്, ആ സൈഡിലുള്ള സ്പേസ് മൂവ് ആവുന്നതാണ്. ഓക്കെ, പിന്നെയാണ് നമ്മുടെ കളർ. ഇത് മെയിനായിട്ട് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ ഒരു റെഡ് കളർ ആക്കി കാണിച്ചു തരാം, അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ കളറാക്കാം. നമുക്കിവിടെ കുറേ കളറുണ്ട്, കളേഴ്സ് ആക്കാം. പിന്നെ ഗ്രേഡിയൻ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗ്രേഡിയൻ്റ് മാറ്റുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഗ്രേഡിയൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വരുന്നുണ്ട്, അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞ ടൂൾ കണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു 6 മാത്രമായ ഒരു നീല സാധനം കൊണ്ടുവന്നിട്ട് 6 മാറ്റാം നമുക്ക്. പിന്നെ IOയും നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം, അത് വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. CRൻ്റെ CR അടിച്ച് നമുക്ക് മാറ്റാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ്. ഇപ്പോൾ നല്ല ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്ന ടെക്സ്ചർ. ഇതൊന്നും ശരിക്കും ആവശ്യമില്ലാത്ത കാര്യമാണ്, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഒപ്പാസിറ്റി നമ്മുടെ ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനാണ്. ഇന്ന് ഞാൻ വേഗം പറഞ്ഞു പോകാം, നമുക്ക് സമയം ഒട്ടുമില്ല ഗൈസ്. അപ്പം വീഡിയോ ലെങ്തി ആക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പിന്നെ ഇത് ഫോണ്ട്, എല്ലാവർക്കും അറിയാം ഞാൻ ഫോൺസ് എടുക്കേണ്ടത്. ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു, ആ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഫോണ്ട് മാറ്റേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഫോണ്ട് നമ്മുടെ ഫോണ്ട് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇത് സ്റ്റൈൽ എന്ന് വെച്ചാൽ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. കണ്ടോ, എല്ലാത്തിൻ്റെയും കളർ വൈസ് അണ്ടർലൈൻ ചെയ്യും. ഇതും വളരെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഈ ടീൻ്റെ മുഖത്ത് ഒരു ഇത് കണ്ടോ, അതിപ്പോൾ നമ്മളിത് 3 കൊടുത്തു എന്ന് പറഞ്ഞോ, ഒറ്റ ടിക്കിൽ അതെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ. അപ്പം അതും നല്ലൊരു ടൂളാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, കർവ് അതൊക്കെ അറിയാവുന്നതായിരിക്കും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്ത ഇമേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ പുറത്തു കൂടെ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാം, എന്ന് വെച്ചാൽ പുറത്തു കൂടെയുള്ള കളർ കൊണ്ടുവരാം. അപ്പം ഞാനിപ്പം ഈ സ്ട്രോക്ക് വിട്ട് എത്ര കൂട്ടണോ അത്രയും നിങ്ങൾക്ക് കൂട്ടാം. ഇതൊക്കെ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ നൈസാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കിടിലൻ ടൂൾ തന്നെയാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്കുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ ഷാഡോ എന്ന് പറഞ്ഞാൽ ഓൺ ആക്കുക, ഓഫ് ആക്കുക. അത് നമുക്ക് ഇവിടെ പുറത്തുള്ള ആ ഒരു കളറ് പുറത്ത് കൊണ്ടുവരാനായിട്ടാണ്, അത് ഒരു നല്ല ടൂളാണ്. പിന്നെ ഇന്നർ ഷാഡോ, എംബോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കളറാണ്. അത് ഒരു ആനിയും പോലെ ആക്കാനാണ്. അത് എന്താ പറയുക, ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതിങ്ങനെ വെട്ടും കുത്തൊക്കെ ആയിപ്പോവും, അതങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് താഴോട്ട് പോയി കാണിച്ചു തരാം. പെർസ്പെക്റ്റീവ്, ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങോട്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എനേബിൾ ആക്കുമ്പോൾ ഒരു 3D കിടിലൻ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ആ ഒരു ടെക്സ്റ്റ് അവിടെ നിന്ന് അനങ്ങത്തില്ല. അതൊരു അടിപൊളി ടൂളാണ്. പിന്നെ 3D ടെക്സ്റ്റ്, ഇതും 3Dൻ്റെ വേറൊരു സാധനമാണ്. പുറത്ത് കൂടെ ഞാനിപ്പോൾ അതൊന്ന് മാറ്റി കാണിച്ചു തരാം. ഓക്കെ, അതിൽ മാറ്റിയത് ഞാനിവിടെ അൺഡു ക്ലിക്ക് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് 3D ടെക്സ്റ്റ് അത് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ പുറത്ത് കൂടി ഒരു സാധനം വരുന്നതാണ്. കണ്ടോ, ഇത് 2 ആണ്. ഇത് ഒബ്ലീക്ക് എന്ന് വെച്ചാൽ മുകളിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട്, ഇത് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ടെക്സ്റ്റിൻ്റെ പുറകോട്ടാക്കാൻ വേണ്ടി അതിൻ്റെ കളറും ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെ ആക്കാം. അപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടമായില്ല. ഓക്കെ,
അടുത്ത 3D ഷാഡോ ആണ്. ഇത് അതിൻ്റെ അടിയിൽ ഒരു ഷാഡോ വരുന്ന പോലെയാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് പിക്സൽ ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇത് നിങ്ങൾ എന്തായാലും കേൾക്കണം കേട്ടോ. ഈ ഒരു 3 ഡോട്ട്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 3 ഡോട്ട്സിൻ്റെ ഉള്ളിൽ യൂസ് ഇമേജ് ഫ്രം ഗാലറി, ഫുൾ സ്ക്രീൻ, യൂസ് ഇമേജ്. ഇതിന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഭവം എന്താണെന്ന് അറിയോ? ഇമേജ് സൈസാണ്. ഈ ഒരു ഇമേജ് സൈസ് നമുക്ക് എന്താണ്ടേ തമ്പനെയിലിന് പിന്നെ അങ്ങനെ കുറേ കൂട്ടുകാർക്ക് ഇത് കുറേ യൂസ് ഉണ്ടാവും. അപ്പം തമ്പനെയിലിനും ഫേസ്ബുക്ക് കവർ ഫോട്ടോന് അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ യൂട്യൂബ് തമ്പനെയിലായിരിക്കും എല്ലാവർക്കും വേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കഴിക്കും. കറക്റ്റ് തമ്പനെയിലിൻ്റെ ആ ഒരു റേഷ്യോ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വേണ്ട പ്രത്യേകിച്ചൊന്നും വേണ്ട വരില്ല എന്ന് തോന്നുന്നു. ഇനി നമുക്കിത് ഷെയർ ചെയ്യാനുള്ള അത് നമുക്ക് ആവശ്യമില്ല. സേവ് അടിക്കുമ്പോൾ സേവ് ആക്കുന്നതായിരിക്കും. പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കോട്ട്സ് കണ്ടോ, ഇത് ഫേമസ് ആൾക്കാർ എഴുതിയിരിക്കുന്ന കോട്ട്സാണ്. സക്സസിനെ പറ്റി നോക്കാം. ഇത് കണ്ടോ, കിടിലൻ കോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ തന്നെയാണ് കേട്ടോ ഇത്. ഇനി അടുത്തത് സേവ് ആണ്. സേവ് എല്ലാവർക്കും അറിയാം. അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് ഇമേജ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാം. അത് ഇവിടെ ഉള്ളത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്, വലിയതായിട്ട് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ആക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനെ കുറച്ച് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാവുന്ന. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ ഒരു വീഡിയോ ഞാൻ പാർട്ട് 2 അതും കമ്മിങ് ഡേയ്സിൽ എന്തായാലും പറ്റുവാണെങ്കിൽ തന്നെ മറ്റന്നാൾ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് കട്ടയ്ക്ക് കൊടുക്കുക. ഇത് പറ്റുവാണെങ്കിൽ മാത്രം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സ്റ്റാറ്റസും വാട്സപ്പിലൊക്കെ നിറഞ്ഞ് പൊരിപ്പിച്ചോളാം. നമ്മൾ റോഡ് ടു 1K ആണ് പവർ ആക്കുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.